കൂട്ടുകാർ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സിയോമി ഇലക്ട്രിക് സ്കൂട്ടർ 4 Pro MIയുടെ പ്രോഡക്റ്റാണ് ഇത്. ഞാൻ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് വളരെ നാളുകൾക്ക് ആഗ്രഹത്തിന് ശേഷം വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് ഞങ്ങൾ തുറന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾ തുറന്ന് അവിടുന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചാണ്. ഇതാണ് നമ്മുടെ സ്കൂട്ടർ. ഇത് ഞങ്ങൾ എടുക്കാം. ഇത് ലോക്കിംഗ് സിസ്റ്റമാണ്. ഇത് നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് നേരെ മുന്നോട്ട് ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത്. ഈ സാധനം നമ്മളിങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇത് ഈ ഒരു ഹാൻഡിൽ നമുക്ക് നേരെ താഴോട്ട് മടക്കി വെക്കാം. ആ ഓക്കെ. അപ്പോൾ നമുക്ക് വെളിയിലെടുത്തിട്ട് ഞാൻ കാണിക്കാം. പുറത്ത് വെയിറ്റ് ഉണ്ടോ? അപാരം ഒരു കാർഡ്ബോർഡിലാണ് ഇത് തന്നത്. നമ്മുടെ നാട്ടിലൊന്നും അത്ര സുപരിചിതമല്ലാത്തൊരു സാധനമാണ്. പക്ഷെ കുവൈറ്റിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അധികം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡ് വരുന്ന സൈഡിലാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ സാധനം വെച്ചു. ഇതാണ് ഇതിൻ്റെ ബാക്കിംഗ് സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം, ലൈറ്റ്, പിന്നെ ഇതിൻ്റെ ബ്രേക്കും. ഇതെന്നാ ബ്രേക്ക് എന്ന് പറയുന്നത്? വരുന്നതായിരുന്നു ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ട്. ഇവിടെ ഒരു ബാർകോഡ് വന്നിട്ടുണ്ട്. ഈ ബാർകോഡ് നമ്മൾ നമ്മുടെ മൊബൈലിനകത്തൊരു MI ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാണ് ആ ആപ്ലിക്കേഷൻ MI ഹോം. ഇത് എന്നിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഈ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ഒരു പ്രസ് മതി, ഇത് ഓണാവും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും 0 കിലോമീറ്റർ. ഇവിടെ ഒരു ചെറിയ ഒരു ബ്ലൂ കളറിൽ ഒരു വാക്കിംഗ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഇതുണ്ട് റിമൈനിങ് മൈലേജ്. ഇതിൻ്റെ ചാർജിൻ്റെ ബാക്കി എത്ര കിട്ടുമെന്നാണ് കാണിക്കുന്നത്. 34 കിലോമീറ്റർ. എന്നിട്ട് നമുക്ക് താഴെ ഇവിടെ ലോക്ക് ദ മോട്ടോർ ആൻഡ് ടോൾ ലൈറ്റ് ഓൾവേസ് ഓൺ. ഇത് എല്ലാ സെറ്റിങ്ങും വന്നിട്ട് ഈ മൊബൈലിൻ്റെ ആപ്പ് വഴി നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കിടക്കുന്നത് ഇതിനകത്ത് കാണാം പെഡസ്ട്രിയൻ മോഡാണ്. സോ അതാണ് ഈ വാക്കിംഗ് സിമ്പിൾ ഡിവൈസിൽ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇവിടെ ലൈറ്റ് ഓണായി. ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. അതിനകത്ത് കാണാൻ കഴിയും. ബാക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ലൈറ്റ് കത്തും. പിന്നെ നമുക്കുള്ളത് ഒന്നും കൂടെ പ്രസ് ചെയ്താൽ വാക്കിംഗ് മോഡ് മാറിയില്ല. ലൈറ്റും വാക്കിംഗ് മോഡുമാണ് ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബെല്ല്. ഇതുണ്ട ബെല്ല്. ഇപ്പോൾ ഇതിൻ്റെ മോഡ് മാറ്റി ഡ്രൈവ് മോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ പ്രസ് ചെയ്താൽ ഇത് സൂപ്പർ മോഡാണ്. എന്ന് വെച്ചാൽ സ്പീഡ് മാക്സിമം സ്പീഡ് കിട്ടും എന്നുണ്ടെങ്കിൽ. ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം സ്പീഡിൽ വണ്ടി പോകുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. നമ്മളിവിടെ ഹാൻഡിൽ പിടിച്ചിട്ട് ലൈറ്റായിട്ട് ഇത് പ്രസ് ചെയ്യാണ്. ഇങ്ങനെ പ്രസ് ചെയ്താണ് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഞാൻ ഓടിച്ച് കാണിക്കാം. ഇത്രയേ ഉള്ളൂ സാധനം. നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം കൂട്ടുകാരെ നമ്മളിത് താഴെ എടുത്തുകൊണ്ട് വന്നു. ഇത് ഞങ്ങളെങ്ങനെ പോകുന്നത് കാണിക്കാം. ഇതിപ്പം ഡ്രൈവ് മോഡാണ്. നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഒന്ന് ഓടിക്കും. അങ്ങോട്ട് പോകും. ഓക്കെ. അങ്ങൊന്നും പോകണ്ട. ഇത് അവിടെ വരെ പോയിട്ട് തിരിച്ചോ. ഉരുട്ടി വിട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയത്തില്ല ഇതെങ്ങനെ ഇതിൻ്റെ വർക്ക് എന്നത്. പരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം വർക്കായി. പോകുന്നേണ്ട
അപ്പം നമ്മുടെ ആശാൻ ആ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട്. നേരെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വലിയ ബാലൻസ് എന്ന് പറയുന്നത് സൈക്കിൾ ബാലൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ സാറ് പോയിട്ട് വരുന്നുണ്ടോ? ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇടാൻ മറന്നുപോയി പുള്ളി. ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ടില്ല. ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇല്ലായിരുന്നു, ലൈറ്റ് ഇല്ലാതാണ് ഇത്ര നേരം ഓടിയത്. ലൈറ്റ് അടിച്ച് പോയോ? പ്രസ് ചെയ്തേ? ഇല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചാർജർ കിട്ടി. ഇത് നമ്മുടെ പമ്പാണ്, കാറ്റടിക്കുന്ന പമ്പാണ്. ഇതിനെന്തിനാ ഈ അല്ല ഇത് തന്നെ ചാർജർ. ഇത് കണ്ടോ, പമ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇതാണ് ഈ അവസാനം കാണുന്ന ഇത് മാത്രമാണ് പമ്പ്. ഇതാണ് ചാർജറിൻ്റെ പ്ലഗും അതിൻ്റെ കണക്ഷനും ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് ബാറ്ററിയുടെ ഒക്കെ ഒരു സ്റ്റൈലാണ് കാണിച്ച ബാറ്ററി. ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ ഇത് നമ്മുടെ മോട്ടറിൽ സ്കൂട്ടറിൽ കൊടുക്കുക, ഒരറ്റം നമുക്ക് പ്ലഗ് ചെയ്യുക. ഇതിൻ്റെ ചാർജിങ് പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കണം. ഫ്രണ്ടിൽ കാണുന്ന ചാർജിങ് പോർട്ട് എല്ലാം സ്ക്രൂവാ. ഇതല്ലേ ചാർജിങ് പോർട്ട് തപ്പ് വന്നു കേട്ടോ. കാന്ത് കേട്ടോ, ഇങ്ങനെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാമേ. അപ്പം നമ്മൾ ചാർജിങ് പോർട്ട് കണ്ടുപിടിച്ചേക്കാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഹാൻഡിൻ്റെ ടയറിൻ്റെ ബാക്കിലായിട്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി കൊടുത്തു. മാഗ്നറ്റിക് ആണ്, അപ്പോൾ അത് ഇവിടെ ഒട്ടിയങ്ങ് ഇരുന്നോളും. പിന്നെ നമ്മൾ കുത്തിയിട്ടായിരുന്നു. ഈ വണ്ടി ഞാൻ ഇപ്പോൾ ഓടിച്ചു നോക്കി. സൈക്കിൾ ബാലൻസ് മാത്രം മതി. നമുക്ക് വലിയ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ റിസ്ക് ഒന്നുമില്ല. സൂക്ഷിച്ച് പോകണം. സൂക്ഷിച്ച് പോകുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് ഓരോ മോഡലിനും ഓരോ കപ്പാസിറ്റിയാണ്. എത്ര കിലോമീറ്റർ, സാധാരണ 16 കിലോമീറ്റർ മുതലുള്ള ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് 25 ഉണ്ട്, ഇത് 35 35 കിലോമീറ്ററാണ് ഒരു ചാർജിങ്ങിൽ നമുക്ക് ഓടാൻ പറ്റുന്നത്. ഇത് 65 മൈലേജും 35 കിലോമീറ്റർ സ്പീഡിലും ഈ സാധനം പോവും. ആ മോഡൽ നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇതുണ്ടോ, ഇപ്പം ചാർജ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിയോമി എത്രയായിരുന്നു എൻ്റെ പേര്, സിയോമി ഇലക്ട്രിക് സ്കൂട്ടർ 4 Pro. അതാണ് ഈ സാധനങ്ങൾ. എംഐയുടെ സാധനമാണ്. കണ്ടോ, ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ ലൈറ്റും കത്തി കിടക്കും. ഇത് ഓൺ ആക്കിയാൽ മാത്രം. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയത്തില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫെസിലിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏകദേശം 45,000 രൂപ അടുത്താണ് ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത്. പിന്നെ 1 വർഷത്തെ കമ്പനി വാറണ്ടി ഉണ്ട്. മേടിക്കുന്ന ഷോപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് 2 വർഷത്തെ കമ്പനി വാറണ്ടി ഉണ്ടോ? 2 വർഷത്തെ കമ്പനി വാറണ്ടിയും 1 വർഷത്തെ എക്സ്ട്രാ വാറണ്ടി നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അത് വാങ്ങിക്കുന്ന ഷോപ്പിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അടുത്ത ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇവിടെ നിർത്തുന്നു. താങ്ക് യു. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. കുവൈറ്റിലെ ലൈസൻസ് എടുക്കാൻ പാടാണ്. സൈക്കിൾ ഓടിച്ചാൽ ടയർ എപ്പോഴും പഞ്ചറാവും. അപ്പം അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോഴത്തെ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ബൈ ബൈ.